Flavours of AB Kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ബേക്കിംഗ് ടൂൾസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ ഇന്ന് അളവെല്ലാം എടുക്കുന്ന ഈ ഗ്ലാസ്സിലാണ്. ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി വടിച്ചെടുത്ത മൈദയാണ് കേട്ടോ, കുത്തി നിറച്ചിട്ടൊന്നുമില്ല, വടിച്ചെടുത്ത മൈദയാണ്. അളവെല്ലാം കൃത്യമാവാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. 3 പ്രാവശ്യമെങ്കിലും സീവ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ചെറു ചൂടുള്ള പാലെടുക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വിനെഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇവിടെ 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ആയ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനി ആ ജാറിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്കും ഒഴിച്ചു കൊടുക്കാം. ആ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായി അടിച്ച് പതപ്പിക്കണം കേട്ടോ. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മൈദ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഓവർ മിക്സിങ് പാടില്ല കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബട്ടർ പേപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു കടായി ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീൻ അതിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് ഞാൻ പുറത്തിറക്കി വെച്ച ക്രീമാണ് കേട്ടോ ഇത്. അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത മിക്സിയുടെ ജാറാണിത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം മിക്സിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണണേ. വിപ്പിംഗ് ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. 3 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് ലൂസ് ആവത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടായിൽ നിന്ന് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി, ബാക്കി 2 ലെയറും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ കേക്ക് നല്ല ജ്യൂസിയും നല്ല ടേസ്റ്റും ഒക്കെ കൂടും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടേണിംഗ് ടേബിൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ ഒരു പ്ലേറ്റ് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചട്ടകമാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലാവരുടെ വീട്ടിലുമുള്ള സാധനം തന്നെയല്ലേ. അത് വെച്ച് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചട്ടകം ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചട്ടകം തന്നെ വേണമെന്നില്ല, നമ്മുടെ ATM കാർഡ് പോലത്തുള്ള കാർഡ് ആയാലും മതി കേട്ടോ. നന്നായി ഐസിങ് ചെയ്തെടുക്കാൻ അത് തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ വീട്ടിലുള്ള കത്തി ഉപയോഗിച്ച് ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. അതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. എത്രയും കുടിക്കുന്നോ അത്രയും തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. ചട്ടകം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലേ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, എന്നാലും ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് മുകളിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കറക്റ്റ് ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പ് നന്നായി അപ്ലൈ ചെയ്യാം. വീണ്ടും ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് 2 മണിക്കൂർ മാറ്റാം. ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുവാണ്. നമ്മുടെ കേക്ക് ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സാധാരണ കവർ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് കോണായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഐസിങ് ബാഗിന് പകരമായിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയും വെച്ച് കൊടുക്കാം. ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സൈഡിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവനും ബീറ്ററും ബേക്കിംഗ് ടൂൾസും ഒന്നും ഇല്ലാതെ നമ്മൾ അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കി എടുത്തു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.